ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുനന്ദേൻ്റെയും സുഭാഷിൻ്റെയും കല്യാണം നടക്കാൻ പോവാണ്. അതിന് മുൻകൈ എടുക്കുന്നത് ആരാ? നമ്മുടെ നിധി തന്നെ. അങ്ങനെ രാവിലെ തന്നെ നിധിയും സുധീഷും അമ്പലത്തിലേക്ക് എത്താണ് കേട്ടോ. സുധീഷാണെങ്കിൽ താലി പൂജിക്കലും മറ്റു കാര്യങ്ങളുടെ തിരക്കിലാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് ചോദിക്കുന്നുണ്ട്, സുനന്ദ വരില്ലേ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അത് വേസ്റ്റ് ആവും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല സുധീഷ്, സുനന്ദ എന്തായാലും വരും, ഞാൻ വാക്ക് പറഞ്ഞതല്ലേ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവൾ എന്തായാലും വരും. അപ്പോഴേക്കും അമ്പലത്തിൻ്റെ മുന്നിലൊരു കാറ് വന്ന് നിർത്താണ് കേട്ടോ. അതിൽ നമ്മുടെ നികേഷും അരീഷും സുഭാഷും ആയിരുന്നു. സുഭാഷ് നല്ല അടിപൊളി കസവും മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് കല്യാണച്ചക്കനെ പോലെയാണ് വരുന്നത്. അത് കണ്ടപ്പോൾ നിധിക്കും സുധീഷിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ ഫേസിൽ ഒരു തെളിച്ചുമില്ല. ഭയങ്കര സങ്കടവും ടെൻഷനും വേവലാതി എല്ലാം കൂടെ ഒരു വികാരമാണ് കേട്ടോ. ഒരു കല്യാണച്ചക്കൻ്റെ സന്തോഷ കാര്യങ്ങളൊന്നും മുഖത്തില്ല. ഒന്നാമത് ഈ കാര്യം നടക്കുന്നതിൻ്റെ പേടിയാണ്. രണ്ട് കുടുംബങ്ങളും പിന്നെയും പ്രശ്നങ്ങൾ കൂടും. പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കണം, അനിയന്മാരനുഭവിക്കണം. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത്. സുനന്ദേനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടമാണ്, പക്ഷേ നടക്കൂലെന്ന് അത്രയും ഉറപ്പിച്ചൊരു കാര്യമാണല്ലോ. പിന്നെ ഇവർ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം അവരെ സങ്കടപ്പെടുത്തേണ്ടെന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് വരുന്നത്. പിന്നെ സുനന്ദ വരുന്നു പറയുകയും ചെയ്തു, അപ്പോൾ ആ കുട്ടീനെ ചതിക്കും വേണ്ടല്ലോ. അങ്ങനെ നിധി സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്തോളൂ, സുനന്ദ എപ്പോൾ വരും, അപ്പം നമുക്ക് വേഗം കല്യാണം നടത്താട്ടോ എന്നൊക്കെ അവൾ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നികേഷിനോട് ആക്ഷൻ കാണിച്ചിട്ട് സുഭാഷ് ഏട്ടനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയാണ് കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടനും നികേഷും അരീഷും അവിടേക്ക് പോയിരിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് നിധിനോട് ചോദിക്കുകയാണ്, അല്ല നിധി, അവൾ വരൂലേ? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, വരും സുധീഷ്, ഞാൻ പറഞ്ഞതല്ലേ ഓൾറെഡി. അല്ല, നീ അവളെ ഒന്ന് വിളിക്കുക, എന്നിട്ട് അവളോട് പറ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ, അതില്ലാതെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോൾ നിധി ഒന്നും കൂടെ പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഓ കല്യാണം നടത്താൻ പറ്റില്ലെന്നോ, എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്ന നിധി, അത് പോലീസുകാർ ചെയ്തതല്ലേ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ സുനന്ദേനെ നിധി വിളിക്കുന്നുണ്ട്, പക്ഷെ സുനന്ദയ്ക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ല. ലളിത കല്യാണം പറയാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം ആ ഒരുക്കങ്ങളിലാണ്. അവൾ പോയി കഴിഞ്ഞാൽ മാത്രമേ സുനന്ദയ്ക്ക് നിധിനെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിധി വിളിക്കുമ്പോൾ അവൾ എടുക്കുന്നില്ല. അപ്പോൾ നിധിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, അവൾ എടുക്കും, ചിലപ്പോൾ അമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അതായിരിക്കും എന്ന്. അപ്പോഴും സുധീഷ് ചോദിക്കുന്നുണ്ട്, അവൾ വരാതിരിക്കില്ലല്ലോ അല്ലേ? അപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്, വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സുനന്ദ കോള് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ നിധി, ഞാനിപ്പോൾ വരാം. അപ്പോൾ നിധിക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല, നീ നിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും മറക്കാതെ എടുക്കണം, പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്തായാലും പ്രശ്നമാവുമല്ലോ, അപ്പോൾ മറക്കണ്ട, അതൊക്കെ എടുത്തോളൂ എന്ന് പറയാണ്. എൻ്റെ വീട്ടിൽ എനിക്കിതുവരെ അതൊന്നും എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, അതവർ കത്തിച്ച് കളഞ്ഞു, അതുകൊണ്ട് നീ എടുക്കാൻ നോക്കുമെന്ന്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നീ വരില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ വരും, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഇപ്പം തന്നെ എത്തും. എന്നിട്ട് സുനന്ദേനോട് നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ നല്ല കസവുമുണ്ടും എല്ലാം എടുത്ത് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി കല്യാണച്ചക്കനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. നിനക്കുള്ള സാരി ഇവിടെ ഉണ്ട്, ഇവിടെ വന്നിട്ട് കൊടുക്കാം. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ലളിത കല്യാണം പറയാൻ പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഹാളിൽ അച്ഛമ്മ ഇരുന്നിട്ട് മുരിങ്ങയില നന്നാക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മേനോട് ലളിത പറയുന്നുണ്ട്, അമ്മേ ഞാൻ പോവാണ്, ആ പെണ്ണിൻ്റെ മേലൊരു കണ്ണ് വേണം, തരം കിട്ടി അവൾ അങ്ങോട്ട് പോകും, അതൊന്നും സമ്മതിക്കരുത് കേട്ടോ, അവളെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ലളിത അവിടെ നിന്ന് പോവാണ്. അപ്പം സുനന്ദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അമ്മ എന്തിനാണ് അച്ഛമ്മേനോട് അത് പറയാൻ പോയത്, ഇനിയിപ്പോൾ ഒന്നിനും വിടില്ല, എന്തിനും ഏതിനും 100 ചോദ്യമായിരിക്കും, എന്താണിപ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ടെൻഷൻ ആവാണ്. അങ്ങനെ അവൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഐഡിയ ഇല്ല. അങ്ങനെ അവൾ അച്ഛമ്മേനോട് പറഞ്ഞു, അച്ഛമ്മ ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. അത് കേട്ടപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഇപ്പോഴോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ കുഴപ്പം, ഉച്ചവരെ അമ്പലം ഉണ്ടല്ലോ, ഞാനിപ്പോൾ പോയിട്ട് വേഗം വരാം. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നിൻ്റെ അമ്മ നിന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, എവിടേക്ക് വിടണ്ടെന്ന് പറഞ്ഞത്, അതിനെന്താ അച്ഛമ്മ, അമ്പലത്തേക്കല്ലേ, പോയിക്കോ, പക്ഷെ അമ്മേനോട് സമ്മതം ചോദിച്ചിട്ട് മാത്രം നീ പോയാൽ മതി. ആ പിടിവള്ളിയും കയ്യിൽ നിന്ന് വഴുതി പോയപ്പോൾ സുനന്ദയ്ക്ക് ആകെ വിഷമമായിട്ടോ. അങ്ങനെ അവൾ അച്ഛമ്മേൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൾക്ക് TV ഓർമ്മ വന്നത്. TV വല്ല സീരിയൽ ഇട്ട് കൊടുത്ത് അച്ഛമ്മ അവിടെ ഇരുന്നു. അങ്ങനെ അവളൊരു സീരിയൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഓ ഇതിപ്പോഴും കിട്ടുമോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ അച്ഛമ്മേ, നല്ല ഉഗ്രൻ എപ്പിസോഡായിരുന്നു, അപ്പോൾ നീ എങ്ങനെയാണ് കണ്ടേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഫോണിൽ ഹോട്ട്സ്റ്റാറിൽ കണ്ടു. അങ്ങനെ അച്ഛമ്മ ആ സീരിയൽ കണ്ടപ്പം അതിൽ ലയിച്ചു കേട്ടോ. ആ സമയത്ത് അവൾ വേഗം അകത്തേക്ക് പോയി. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ റൂമിലേക്ക് അച്ഛമ്മേ. അങ്ങനെ അച്ഛമ്മ ഈ സീരിയലിൽ മുഴുകി നിൽക്കുന്ന തക്കത്തിന് അവൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്തോ കഷ്ടകാലം എന്ന് പറയട്ടെ, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലളിത തിരിച്ചിങ്ങോട്ട് വരികയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ലളിത ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ധനശേഖരൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പെങ്ങളെ വീട്ടിലേക്ക് പോവല്ലേ, നമ്മുടെ ഷെൽഫിൽ ഒരു കവറുണ്ട്, അതിൽ കുറച്ച് മിഠായിയും പെർഫ്യൂമും ഉണ്ട്, അതെടുത്ത് കൊടുക്ക്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ധനേട്ട, എന്തിനാണ് എപ്പോഴെപ്പോഴും ഓരോന്ന് കൊടുക്കുന്നത്, ഞാനാണെങ്കിൽ ബസ് സ്റ്റോപ്പിലെത്തി, ഇനി അങ്ങോട്ട് പോകണ്ടേ? അത് കേട്ടപ്പോൾ ധനശേഖരൻ പറയുന്നുണ്ട്, അതൊന്ന് കൊടുക്കുക, നമ്മുടെ വീട്ടിലേക്ക് 2 അടിയല്ലേ ഉള്ളൂ, അത് എടുക്കാൻ എന്താ എത്ര പ്രയാസം, ഞാനാണെങ്കിൽ നാട്ടിലേക്ക് വന്നപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ അത് മതി അവൾക്ക്, അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ.
അതാണ് ലളിത വീട്ടിലേക്ക് വരുന്നത്. കറക്റ്റ് സുനന്ദ ഇറങ്ങുന്നതും ലളിത വരുന്നതും ഒപ്പരാണ്. സുനന്ദേന്റെ ഫേസിലെ കള്ളലക്ഷണം പരിങ്ങലും പിന്നെ കയ്യിലെ ബാഗും കണ്ടപ്പോൾ ലളിത അകച്ചുപോയി. എന്താ ഇവളീ നേരത്തെ പുറത്തുനിന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. ഈ സമയത്തോ? അല്ലെങ്കിൽ 8 മണിക്ക് മുന്നേ പോകുന്ന നീ എന്താ ഈ സമയത്ത്? അതിനെന്താ അമ്മേ, അമ്പലം 11 മണി വരെ ഉണ്ടല്ലോ, ഞാൻ പോവാണ്, എനിക്ക് പോകണം. അല്ല നിന്റെ കയ്യിലെന്താ ബാഗ്? അമ്മ എന്നെ വിട്, എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് സുനന്ദ കുതറാണ് കേട്ടോ. അപ്പം ലളിതയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ ഈ ചെയ്യുന്നത്, ഇങ്ങോട്ട് വാടിയകത്ത്. അപ്പോൾ അവൾ പറയാണ്, എന്താ നിങ്ങൾ എൻ്റെ കല്യാണം ഇഷ്ടമില്ലാണ്ടല്ലേ നടത്താൻ പോകുന്നത്, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുക തന്നെയാണ്, എന്നെ വിട്ടോ അമ്മേ. അത് കേട്ടപ്പോൾ ലളിതയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവളെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അച്ഛമ്മേനോട് ചൂടാവുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ ഇവള് പോകുന്നത്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണ് ലളിതേ പോവണ്ട, നിന്നെ വിടില്ല, അമ്മ പറയാതെ നിന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞതാ, പക്ഷെ അവളെ ഞാൻ കാണാതെ ഇറങ്ങിപ്പോയതാ. അത് കേട്ടപ്പോൾ ലളിത സുനന്ദനെ നന്നായിട്ട് ചകാരിക്കുന്നുണ്ട്. അത് കണ്ട് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചത് സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക്, എനിക്കിവിടെ പറ്റുന്നില്ല, നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പോവല്ലേ, അതും എനിക്ക് ഇഷ്ടമില്ലാത്ത ആളെ കൂടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ എന്താ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യണം കേട്ടോ. അത് കേട്ടിട്ട് ലളിത അവളുടെ മുഖത്തേക്ക് 2 അടി കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അമ്പലത്തിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ നിധി. കാരണം സമയമൊക്കെ ഒരുപാടായില്ലേ, 10 മണി കഴിഞ്ഞു, അവൾ വരാമെന്ന് പറഞ്ഞ സമയമെല്ലാം കഴിഞ്ഞു, 11 മണി വരെ അമ്പലമുള്ളൂ, എന്ത് ചെയ്യും. അപ്പോൾ സുധീഷ് വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്, പോട്ടെ നിധി, അവൾ വന്നോളൂ, നീ ടെൻഷൻ ആവല്ലേ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നാളെ എപ്പോഴാണ് അടയ്ക്കുക? അത് 11 മണിയാകും, നീ താലി പൂജിച്ചിട്ട് വാന്ന് അവളോട് പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സുഭാഷ് ഏട്ടനെയാണ് കേട്ടോ. ചൂടില്ലെങ്കിലും വേർത്തൊഴുകാണ് സുഭാഷ് ഏട്ടൻ, അത്രമാത്രം ടെൻഷൻ ഉള്ളിലുണ്ടല്ലോ. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം സുനന്ദ വരുമോ ഇല്ലയോ, കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഓക്കെ ബൈ, താങ്ക്